ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗർഭിണികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറയുന്നതെന്ന് വെച്ചാൽ വയറ്റിലെ കുഞ്ഞിന് നിറം ലഭിക്കുവാനായി ഗർഭകാലത്ത് തന്നെ അമ്മമാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിറത്തിനോട് ഏറെ താല്പര്യമുള്ളവരാണ് നമ്മൾ പലരും. അപ്പോൾ നല്ല നിറത്തിനായി പല വഴികളും പരീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നല്ല നിറവും ആരോഗ്യമുള്ള എല്ലാ ഒരു കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഗർഭത്തിലായിരിക്കുമ്പോൾ വരെ കുഞ്ഞിന് നിറം വരണമെന്ന് കരുതി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നവരാണ്. വെളുപ്പ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പാരമ്പര്യം മുതൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വരെ ഇതിൽ പെടുന്നതാണ്. ജന്മനാ ഉള്ള നിറം ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കില്ലെന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ കുട്ടിക്ക് നിറം വരാൻ വേണ്ടിയിട്ടും അതേപോലെ ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. യാതൊരു ദോഷവും വരുത്താത്ത ചില വീട്ടുവൈദ്യങ്ങൾ, ചില പ്രത്യേക ഭക്ഷണങ്ങളും ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇവ അമ്മ കഴിച്ചാൽ നല്ല നിറത്തോടൊപ്പം പല ഗുണങ്ങളും ലഭിക്കും. ഇത്തരം ചില ഭക്ഷണങ്ങളെ കുറിച്ചിട്ടറിയാം. അപ്പോൾ ആദ്യത്തെ ഒന്നാണ് ബദാം എന്ന് പറയുന്നത്. അപ്പോൾ ബദാമാണ് ഇത്തരത്തിൽ കുഞ്ഞിന് വെളുപ്പ് നൽകുന്ന ഒന്ന്. ആരോഗ്യകരമായ കൊഴുപ്പുകളും വൈറ്റമിൻ ഇയും എല്ലാം അടങ്ങിയ ഒന്നാണിത്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ബദാം പൊതുവെ ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. പിന്നെ പോമഗ്രനേറ്റ്, അനാറ് എന്നൊക്കെ പറയും, ഉറുമാമ്പഴം എന്നൊക്കെ പറയും. ഇപ്പോൾ പോമഗ്രനേറ്റ് കഴിക്കുന്നതും ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതുമെല്ലാം ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യത്തോടൊപ്പം നിറവും നല്ല ചർമ്മവും എല്ലാം തന്നെ നൽകുന്ന ഘടകങ്ങളാണ്. ഇത് നമുക്ക് ധൈര്യത്തോടെ പരീക്ഷിക്കാം. ഇതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് പോലെയുള്ള പച്ചക്കറികൾ കഴിക്കുന്നതും ഏറെ നല്ലതാണ്. ഇവയുടെ ജ്യൂസും ആരോഗ്യപരമായ ഗുണങ്ങൾക്കൊപ്പം ഗർഭസ്ഥ ശിശുവിന് നിറവും നൽകും. പിന്നെ മുട്ട പുഴുങ്ങിയത്, പെരിഞ്ജീരകം എന്നിവയെല്ലാം ഗർഭിണികൾ കഴിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ വേറെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവയെല്ലാം ആരോഗ്യപരമായ ഗുണങ്ങൾ ഒത്തിണങ്ങിയതുമാണ്. മുട്ട നല്ലപോലെ വേവിച്ച് കഴിക്കുന്നത് ശ്രദ്ധിക്കണം. മുന്തിരി ജ്യൂസും നല്ലതാണ്. ഇതിലെ AHA എന്ന ഘടകമാണ് ഈ ഗുണം നൽകുന്നത്. വൈറ്റമിൻ സി, അയൺ എന്നിവ അടങ്ങിയ നെല്ലിക്കയും ഇതിനുള്ള നല്ലൊരു മരുന്ന് തന്നെയാണ്. പിന്നെ മറ്റൊന്നാണ് തേങ്ങ അല്ലെങ്കിൽ കരിക്ക്. നല്ല നിറം നൽകുന്ന ഒരു സാധനമാണ്. അതായത് കുട്ടികൾക്ക് തേങ്ങ മിതമായ തോതിൽ കഴിക്കുന്നതും വയറ്റിലെ കുഞ്ഞിന് നിറം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ നല്ല പാല് വരാൻ അത് സഹായിക്കും കേട്ടോ. ഇതിന് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുണ്ട്. അതുപോലെ തന്നെയാണ് ഗർഭിണികൾ നെയ്യ് കഴിക്കൽ. നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗീ. ഗർഭിണികൾ നെയ്യ് കഴിച്ചാൽ കുഞ്ഞിന് നിറവും ബുദ്ധിയും എല്ലാം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഗർഭകാലത്ത് ഇത് ശീലമാക്കുന്നത് ഗുണമുണ്ടാവും. പ്രസവം സുഖകരമാകാനും ഏറെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് നിറം ലഭിക്കുന്നതിനും ഏറെ നല്ലതാണ്. ഇതുപോലെ ഗർഭകാലത്ത് പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ മറ്റൊന്നാണ് കുങ്കുമപ്പൂ. ചർമ്മനിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ പാലിൽ കുങ്കുമപ്പൂ കലക്കിയിട്ട് കുടിക്കുമ്പോൾ ശിശുവിന് വെളുപ്പ് നൽകുന്നതും പഴയകാലം മുതലുള്ള ഒരു വിശ്വാസമാണ് കേട്ടോ. കുങ്കുമപ്പൂ കഴിക്കുന്നത് കുഞ്ഞിന് നിറം വർദ്ധിപ്പിക്കും. ഇത് പാലിൽ കലക്കി കുടിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ സി പൊതുവെ ചർമ്മനിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ സി അടങ്ങി ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വയറ്റിലെ കുഞ്ഞിന് നിറം ലഭിക്കാൻ ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ ഓറഞ്ച്, പേരക്ക പോലെയുള്ളവെല്ലാം തന്നെ ഗർഭകാലത്ത് ഏറെ നല്ലതാണ്. ഇത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. അതുപോലെ ചെറുനാരങ്ങ വെള്ളവും നല്ലത് തന്നെ. ഇത് രക്തവർദ്ധനവിനും സഹായിക്കും. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താനാണെങ്കിൽ നിറം മാത്രമല്ല നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാന്ന് വെച്ചാൽ എല്ലാ ഗർഭിണികൾക്കും ചില ഭക്ഷണങ്ങൾ പിടിച്ചീന്ന് വരില്ല. അതായത് ചിലർക്ക് ഷുഗർ കൂടുതലായിരിക്കും ഗർഭാവസ്ഥയിൽ. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ കഴിക്കുന്നതിൻ്റെ മുന്നേ ഡോക്ടറുടെ അഡ്വൈസ് തേടിയേ പറ്റും. കാരണം അവർക്ക് എല്ലാ ഫുഡും പെട്ടെന്ന് പിടിക്കണമെന്നില്ല. ഈ പ്രഷറും ഷുഗറെല്ലാം കൂടുതലുള്ള ഗർഭിണികൾ ഉണ്ടാവും. അവർക്ക് ഷുഗർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നത് ഡോക്ടേഴ്സ് തന്നെ പറയും അത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് പൊതുവേ എല്ലാവർക്കും നോർമലായിട്ടുള്ളൊരു ഗർഭിണിക്ക് കുഞ്ഞിന് നിറം വരാനും ആരോഗ്യം വരാനും കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളാണ്. ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. കുട്ടികളുടെ നിറം വർദ്ധിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും ഇത്തരം സാധനങ്ങൾ കഴിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണിത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഗർഭിണികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ കഴിക്കുന്നതും ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നതും കുട്ടികൾക്ക് നിറം വരാനും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള തൂക്കം വരാനും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.